ക്ഷുദ്രം ചരം സുമനസാം ശരണേ മിതിത്വാ രക്തം ഷഡംഗ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ വൃകാൻ അസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ടേ മൃഗം മൃഗയലുബ്ധകബാണഭിന്നം. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ വിഷയം, ശ്രീ നാരദ മഹർഷി പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞിട്ടൊരു രാജാവിന് കുറച്ച് ഉപദേശങ്ങൾ, ഞാനും ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. പറയുകയാണെങ്കിലൊക്കെ കുറേ കാര്യങ്ങൾ കഥയുണ്ട്, അതവിടെ നിൽക്കട്ടെ. ശ്ലോകാർത്ഥത്തിനെ ബേസ് ചെയ്തിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നാരദൻ ഉപദേശിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഈ കർമ്മത്തിൽ മുഴുകി മാത്രം ജീവിതം നയിച്ചാൽ, കർമ്മം 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 എന്ന് മാത്രം വിചാരിച്ച് അറിവിനോ ജ്ഞാനത്തിനോ ഭക്തിക്കോ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഈ കർമ്മമൊക്കെ നിഷ്ഫലാവും എന്നാണ് ഉപദേശത്തിൻ്റെ പൊതുവെയുള്ള സാരം. ഈ പ്രാചീന ബർഹിസ് വളരെയധികം മൃഗങ്ങളെ കൊന്ന യാഗം നടത്തിയിരുന്നു ഒരു കാലത്ത്. നമ്മുടെ യാഗങ്ങളിലൊക്കെ 100-300 വരേക്കും മൃഗങ്ങളെ കൊല്ലേണ്ട യാഗം ഉണ്ടെന്നാണ്. മാനിനെ കൊല്ലുക, അതിൻ്റെ തോലിലിരിക്കുക, ഇതാണ് തുടങ്ങുകയാണ് വധം. പിന്നെ മത്സ്യത്തിനെ കണൽ കോരി നിറയ്ക്കുക, ആമയെ കൊല്ലുക, ആടിനെ കൊല്ലുക, അശ്വമേധം ഇങ്ങനെയൊക്കെ ജീവികളെ ഉപദ്രവിച്ചിട്ടുള്ള യാഗം. അപ്പം നാരദൻ അന്നേ ഉപദേശിച്ചു, ഇത് നന്നല്ല, ഇത് യഥാർത്ഥത്തിൽ വേദത്തിൽ പറഞ്ഞ അർത്ഥം ഇതല്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രതീകാത്മകമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജീവികളെ യഥാർത്ഥത്തിൽ കൊല്ലേണ്ടതില്ല എന്ന്. അന്ന് രാജാവ് അത് കേട്ടില്ല. പ്രാചീന ബർഹിസ് അനവധി യാഗം നടത്തിയിട്ടോ സമാധാനം കിട്ടിയില്ല. ജീവികളെ കൊന്നാണ്ടോ സമാധാനം കിട്ടണം? നമ്മുടെ പ്രവൃത്തി നന്നായാൽ നമുക്ക് സമാധാനം കിട്ടും, തന്നെ കിട്ടും. നമ്മുടെ പ്രവൃത്തി തകരാറായാൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താ? നമ്മുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമാവും. അപ്പം നാരദനോട് ചോദിച്ചു, നാരദ, ഇത്രയൊക്കെ യാഗം ചെയ്തിട്ട് എന്താ എനിക്ക് ഒരു സുഖം കിട്ടുന്നില്ലല്ലോ, എന്താണ് സുഖം കിട്ടാനുള്ള മാർഗം? ഇതാണ് നാരദൻ ഉപദേശം കൊടുക്കാനുണ്ടായ സന്ദർഭം, കാരണം. അങ്ങനെ കുറേ ജ്ഞാനോപദേശങ്ങളൊക്കെ കൊടുത്തു, കഥകളൊക്കെ ഉദാഹരിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ പറയുന്നൊരു ശ്ലോകമാണ് ഇത്. രാജാവേ, നമ്മുടെയൊക്കെ സ്ഥിതി എന്താണെന്നുണ്ടെങ്കിൽ, അല്പമായി ഉള്ള ഈ ജീവിതത്തിൽ എപ്രകാരമാണ് ഒരു മാൻകുട്ടി അല്ലെങ്കിൽ മാന് കാട്ടിൽ നിൽക്കണത്, അതുപോലെയാണ് എന്നാണ്. ആ മാനിൻ്റെ മുൻഭാഗത്ത് ഒരു ചെന്നായ വായ പുളർന്ന് നിൽക്കുകയാണ്. ഇതിനെ തഞ്ചം കിട്ടിയാൽ പിടിക്കുക. അത് അറിയാതെ ചാടി വീഴണം. അതിനുള്ള തഞ്ചം നോക്കി ഈ ചെന്നായ അങ്ങനെ നിൽക്കണു. ഈ മാനോ അറിഞ്ഞിട്ടില്ല. തന്നെ നോക്കി നിൽക്കുന്ന ഈ ചെന്നായയെ അറിയാതെയാണ് മാൻകുട്ടി അവിടെ നിൽക്കുന്നത്. മുമ്പിലും ശത്രുവിനെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇനി പിന്നിലോ, പെട്ടേ മൃഗം മൃഗയ ലുബ്ധക ബാണഭിന്നം. ഈ മാനിൻ്റെ പിന്നിൽ ഒരു വേടൻ അസ്ത്രം കൊലച്ചിട്ട് ഇങ്ങനെ ഉന്നം നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് അസ്ത്രം തൊടുക്കേണ്ടതെന്നിങ്ങനെ നോക്കി. 4 നിമിഷങ്ങൾക്കൊക്കെ അസ്ത്രം തൊടുത്താൽ ഈ മാനിൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? മുമ്പിലും ആപത്താണ്, പിന്നിലും ആപത്താണ്. രണ്ടിനെ ആരറിയണില്ല? ഈ മാന് അറിയണില്ല. അതെന്താണ് ചെയ്യണത്? ഒരു പുല്ല് കടിക്കാൻ കിട്ടുമോ? സ്വാദുള്ള ഒരു പഴം തിന്നാൻ കിട്ടുമോ? എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് മണത്ത് നോക്കി നടക്കുകയാണ് പാവം മാൻകുട്ടി. ഏത് നിമിഷവും ഈ അസ്ത്രം തെറിച്ചാൽ പിന്നെന്ന് കഥ കഴിഞ്ഞു. ചെന്നായ ചാടി വീണാലും കഥ കഴിഞ്ഞു. രാജാവേ, നമ്മുടെയൊക്കെ സ്ഥിതി ഇതുപോലെ തന്നെയാണ് കേട്ടോ എന്ന് പറയണം. കാരണം ക്ഷുദ്രഞ്ചരം സുമനസാം ശരണേ മിതിത്വ
ക്ഷുദ്രമായിട്ടുള്ള ഈ സുഖങ്ങളെ ഭ്രമിച്ച് തേടി അന്വേഷിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. നാവിനെ സുഖിപ്പിക്കാൻ എന്താ വഴി, കണ്ണിനെ സുഖിപ്പിക്കാൻ എന്താ വഴി, ചെവിയെ സുഖിപ്പിക്കാൻ എന്താ വഴി, കാലിന് സുഖം എന്താ, കയ്യിന് സുഖം എന്താ, എങ്ങനെയാ കിടത്തം നേരെയാവും, എങ്ങനെയാ ഊണ് നേരെയാവും. ഇങ്ങനെ സുഖം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒന്ന് നമ്മൾ അറിയണില്ല, മുമ്പിലും പിന്നിലും ആപത്താണ് എന്ന്. കാരണം എവിടെയും ആപത്ത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മുമ്പിലെ പിന്നിലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതല്ല, എവിടെ വേണമെങ്കിലും ആപത്ത് നിറഞ്ഞൊരു ജീവിതമാണ് നമ്മുടെ, ഇല്ലേ? ഇത്രയും ഞാടീ ഞരമ്പുകൾ അപകടം പിടിച്ച ഈ ശരീരം തന്നെ ഏറ്റവും വലിയ ആപത്തല്ലേ? ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാറ്റ് പോവുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാനിന് മുമ്പിലും പിന്നിലേ ഉള്ളൂ എന്ന് പറയാം. നമുക്ക് അത്രയല്ല, അതിലും പരാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും വീണുടയുന്നൊരു മൺകുടമാണ് ഈ ശരീരം, ഒരു പച്ചക്കുടാണ് ഈ ശരീരം. നിർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തുപോകും അതെന്നേ പറയാവൂലേ? എപ്പോൾ വേണമെങ്കിലും ഈ ശ്വാസം നിലയ്ക്കാം. അപ്പം എന്താണ് വേണ്ടത്? ആണോ നോക്കേണ്ടത്? ആ പരിമിതമായ ക്ഷണികമായ ആയുസ്സിൽ ഇങ്ങനൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ ഇനിയെങ്കിലും പോയി പെടാതിരിക്കാൻ എന്താണ് മാർഗം എന്ന് വിവേകികൾ ചിന്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി എന്തായാലും ഈ ശരീരം എന്ന ഏർപ്പാട് വേണ്ട, ഇതോടുകൂടി അത് അവസാനിക്കട്ടെ. സദാ മനസ്സിനെ സർവസംഘങ്ങളിൽ നിന്നും മുക്തമാക്കിയിട്ട് ഈ നശ്വരമായിട്ടുള്ള പ്രപഞ്ചത്തിലത്തെ കാര്യങ്ങളുടെ മനസ്സിനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നതിനെ സാവധാനം ആവുന്ന വിധം വേർപെടുത്തുക. സ്വതന്ത്രമായിട്ട് ആ മനസ്സിനെ ഈശ്വരപാദത്തോട് കൂടിയിട്ട് ചേർക്കുക. അതിന് സത്സംഗം ഉണ്ടാവണം, മഹത്തുക്കളുടെ അടുത്ത് പോകണം, ഈശ്വര കഥ ധാരാളം കേൾക്കണം, ആത്മീയ തത്വങ്ങൾ ധാരാളം ഗ്രഹിക്കണം. ഗീതയാണെങ്കിലും ഉപനിഷത്താണെങ്കിലും ഭാഗവതമാണെങ്കിലും നല്ലപോലെ കേട്ട് ചിന്തിച്ച് ശ്രവണ മനന നിധ്യാസങ്ങളിൽ കൂടിയിട്ട് നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിൽ നിന്ന് വേറെയാക്കിയിട്ട് ഈശ്വരപാദത്തോട് കൂടിയിട്ട് ചേർക്കുക. അങ്ങനെയായാൽ ഇനി മരിച്ചാൽ എന്തുണ്ടാവില്ല? ജന്മം ഉണ്ടാവില്ല, ശരീരത്തിൻ്റെ വിഷമവും ഉണ്ടാവില്ല. മാൻകുട്ടി എപ്രകാരം മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും ആപത്ത് നേരിടുന്നുവോ എന്നാൽ അതിനെ അറിയാതെ അല്പമായ സുഖസൗകര്യങ്ങൾ, കുറച്ച് പഴം തിന്നാനോ പുല്ല് തിന്നാനോ ശ്രമിക്കുന്നുവോ, അതുപോലെ ധാരാളം ആപത്തുകൾ ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യൻ അതിനെ കാണാതെ ഓരോരോ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി മതമത്സരം ചിന്തിച്ചു അല്ലേ? പനലില്ലാത്ത ഒരു കാര്യമില്ല, നടക്കുകയാണ്. എപ്പോൾ ഈ കാറ്റ് പോവാം എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് ഈശ്വരനെ സേവിച്ച് ഇനിയെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടാതിരിക്കാൻ നോക്കണം എന്നാണ് നാരദൻ പ്രാചീന ബർഗീസിന് പറഞ്ഞു കൊടുത്തത്. തത്വത്തെ ഉൾക്കൊണ്ട് പ്രാചീന ബർഗീസ് മുക്തി പ്രാപിച്ചു എന്നും പറഞ്ഞിട്ടാണ് കഥ. കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ ശ്ലോകത്തെ അർപ്പതപ്പെടുത്തിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ക്ഷുദ്രഞ്ചരം സുമനസാം ശരണേ മിതിത്വ രക്തം ഷഡംഗ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ മൃഗാൻ അസ്തുതൃപോ വിഗണയ്യയാന്തം പൃഷ്ടേ മൃഗം മൃഗയലുബ്ധകബാണ ഭിന്നം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.